ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോഴേ ഞങ്ങൾക്ക് ഹാലോവിൻ്റെ തലേദിവസമാണ് കേട്ടോ. ഹാലോവിൻ്റെ തലേദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യണതിൻ്റെ തലേദിവസം, അതായത് ഹാലോവിൻ്റെയുടെ അന്ന് ഇവിടെ നമുക്ക് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ ഹാലോവിൻ്റെ. അപ്പോൾ പക്ഷേ ഇവിടെ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എല്ലാവരും സൺഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത്. അത് നമുക്ക് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നോട്ടീസ് ബോർഡിലിടും. ഇവിടെ ഓരോ സ്ഥലത്ത് ഇത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് ഓരോ നോട്ടീസ് ബോർഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇങ്ങനെ ഇടാം. അപ്പോൾ നമ്മളത് നോക്കി അറിയാൻ പറ്റും എപ്പോൾ തൊട്ടാണ് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി, എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യണതെന്നുള്ളതൊക്കെ നമുക്ക് അതിൽ നോക്കി അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഹാലോവിൻ്റെ അന്ന് നമ്മൾ കറക്റ്റ് ഡെക്കറേഷനൊന്നും ചെയ്തില്ല. അപ്പോൾ എന്നാണോ അത് നമ്മൾ നടത്തുന്നത് അതിൻ്റെ തലേദിവസമാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൊന്നും കുറേശ്ശൊക്കെ വലുതായി തുടങ്ങിയതുകൊണ്ട് ആൾക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി ഇന്ന ആഘോഷങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്യണമെന്നും, പിന്നെ അവളുടെ സ്കൂളിലൊക്കെ കുറേശ്ശെ ഇങ്ങനെ പംകിനൊക്കെ വെച്ച് നന്നായിട്ടൊക്കെ ഡെക്കറേറ്റൊക്കെ അവർ ചെയ്തായിരുന്നു. അപ്പോൾ ആൾക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുന്നേ കൂട്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരുന്നു ഹാലോവിൻ്റെ ഓഫർ വന്ന സമയത്ത് മുന്നേ കൂട്ടി നമ്മൾ സാധനങ്ങൾ 1-2 മാത്രം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓഫർ എന്ന് പറഞ്ഞാലും അവർക്ക് ആ ഒരു ടൈമിൽ വിൽക്കുമ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു പൈസ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത്ര ഓഫറൊന്നുമല്ല, എന്നാലും നമ്മൾ 1-2 സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ വിൻഡോമ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. എല്ലാ കാര്യങ്ങളും പുറത്തേക്കൊന്നും പോകുന്നില്ല, തണുപ്പാണ്. അപ്പോൾ അത് കാരണം നമുക്കൊന്നിനും പറ്റില്ല. തണുപ്പ് മാത്രമല്ല, നാളെ മഴ കാണിക്കുന്നുണ്ട്. അപ്പോൾ നാളെ മഴ കാണിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് പുറത്ത് വെച്ചാലും അത് പെട്ടെന്നൊക്കെ നാശമായി പോവും. സാറ്റർഡേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഓരോന്ന് വീർപ്പിക്കാൻ തുടങ്ങി കേട്ടോ. ബലൂണൊക്കെ വീർപ്പിച്ച് തീർന്നപ്പോഴത്തേക്കും എൻ്റെ എന്താ പറയുക വയ്യാതായി. പിന്നെ അത് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ഒരു രസത്തിന് പൊന്നും അത് കണ്ടു നിൽക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ. അപ്പോൾ ഇനി കുറച്ചും കൂടി വലുതാവണ വരെയൊക്കെ ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കേണ്ട വരല്ലോ, ഞാനും ചേട്ടനും കൂടി. പക്ഷേ ഇനി വലുതായി കഴിയുമ്പോൾ സ്വന്തമായിട്ട് ആളുടെ പല ഐഡിയാസും ഇനിയും ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഈ 2 ബലൂൺ പോലത്തെ ഈ സംഭവമില്ലേ അതും, പിന്നെ കുറേ സാധാ ബലൂൺസും, ഇത് 3 വീർപ്പിക്കുന്നത്, പിന്നെ ഒരു അസ്ഥികൂടം. ആ അസ്ഥികൂടത്തിന് വീർപ്പിച്ച് വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ അസ്ഥികൂടത്തിനെ വീർപ്പിച്ച് ആളൊന്ന് തടി വെപ്പിച്ച് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് പാടുപെട്ടു. ഇത്തിരി എന്താ പറയുക, ഇച്ചിരി എൻ്റെ ബ്രീത്തൊക്കെ ഇച്ചിരി ശ്വാസം ഞാൻ അതിലേക്ക് ചിലവാക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് നല്ല ഭംഗിയിൽ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ആയിട്ട് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് ജസ്റ്റ് ഒരു ഫണ്ണിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ആത്മാവിനെ ഉടിപ്പിക്കുന്നു എന്നൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അപ്പോൾ പണ്ട് പല വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ വിശ്വാസങ്ങൾ അതേപോലെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ചെയ്യണു എന്നൊന്നുമില്ല. നമ്മളിപ്പോൾ എല്ലാതും ഒരു ഫണ്ണായിട്ട് എടുക്കണു, ഇങ്ങനെ കുറേ സാധനങ്ങൾ വെക്കണു, പിള്ളേർക്ക് ഇഷ്ടമാവും, നമുക്കും ഇഷ്ടമാവും, അങ്ങനെയുള്ളൊരു ഇതിൽ മാത്രമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതാക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഇവിടെ മാത്രമല്ല നാട്ടിലും ഒക്കെ ആയി തുടങ്ങി. തൃശ്ശൂർ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഒരു ഓഫീസിൽ അവരുടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. തൃശ്ശൂരാണ് കേട്ടത്. ഈ ഹാലോവിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചാണ് കാണാൻ നല്ല ഭംഗിയുണ്ടായപ്പോൾ നാട്ടിലും ആ സംഭവം ആയി തുടങ്ങി. അങ്ങനെ ഈ വിൻഡോയിൻ്റെ അവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്നവർക്ക് കാണാൻ പറ്റും. അങ്ങ് അകലയിൽ നിന്ന് നമ്മളിവിടെ ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാലും പകലായാലും നമ്മുടെ വിൻഡോയ്ക്ക് കാണാനായിട്ട് ഭയങ്കര വ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ വിൻഡോയിന്മേലാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യണത്. വിൻഡോ നമുക്ക് ഒറ്റ വിൻഡോ അല്ല, ഇവിടെ എല്ലാ സ്ഥലത്തും ഒരുവിധമൊക്കെ അങ്ങനെ തന്നെയാണ്. വിൻഡോ 2 നമ്മൾ തുറന്നാലും പിന്നെ ഒരു വിൻഡോ അങ്ങനെ അടച്ച് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ സെൻറ്ററിൽ സ്പേസ് ഉണ്ടാവും. അപ്പോൾ ആ സെൻറ്ററിലെ സ്പേസിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുറത്തേക്ക് നമുക്ക് വീഴില്ല. അത് ആ ഒരു ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കുകയും ചെയ്തോളും. വേറെ വെള്ളം കിടക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പൊന്നു കഥയും ഇതൊക്കെ പറഞ്ഞ് ആൾക്കത് കിട്ടാൻ വേണ്ടിയിട്ടും ആൾക്ക് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് കേട്ടോ ആളിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലത്തെ പിള്ളേർ എല്ലാവരും വരും ഒരു ടൈം ആകുമ്പോൾ ഇങ്ങനെ റോട്ടിലൊക്കെ ഇറങ്ങി നടക്കുന്നത് കാണാം എന്നൊക്കെ അവളും പറയുന്നുണ്ട്. സ്കൂളിൽ ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവണത് ചെറുതായിട്ടൊക്കെ ഭാഷ ഏതെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ ഒക്കെ അവൾക്ക് മനസ്സിലായി തുടങ്ങി കേട്ടോ. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ ആളിവിടെ വന്ന് പറയും, എന്തെങ്കിലുമൊക്കെ അവിടെ യൂസ് ചെയ്ത വേർഡ് ഇവിടെയും പറയും. അപ്പം ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പക്ഷേ എന്താ പറയുക,
നമ്മൾ അസ്ഥികൂടത്തിന് ആദ്യം വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതങ്ങോട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ആ വിൻഡോമേ അങ്ങനെ അതിനെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചു. പക്ഷേ അത് വീണ്ടും പറക്കേണ്ടി വന്നു കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് ഒട്ടിച്ചു. അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് പുറത്തുനിന്നുള്ളവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിന് ഇപ്പുറത്തെ വിൻഡോൻ്റെ സൈഡിലേക്ക് പിന്നീടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതെടുത്ത് പിന്നീടാക്കിട്ടോ. പിന്നെ ഈ വല പോലെ നിൽക്കുന്ന സാധനമില്ലേ, വലയല്ല, കറക്റ്റ് വലാന്ന് സ്പൈഡർമാൻ്റെ വലാന്ന് സ്പൈഡറിൻ്റെ വലാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് വേസ്റ്റ് കവർ വെച്ചിട്ട്, നമ്മുടെ വേസ്റ്റ് കവർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു തരത്തിലൊന്നൊരു ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തതാണ് കറക്റ്റ്. പക്ഷെ അത് ആയില്ല. ഞാൻ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിയത്, പക്ഷേ അത് അവരുണ്ടാക്കിയ പോലെ എൻ്റെ ആയില്ല എന്ന് വിചാരിച്ച് നമുക്കത് അവിടെ ഹാങ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇച്ചിരിയെങ്കിലും കഷ്ടപ്പെട്ടതല്ലേ. അങ്ങനെ ഞാനത് പിന്നെ രണ്ടും അവിടെ ഇട്ടു. അപ്പോൾ തന്നെ ഒരുവിധം കവറായി വിൻഡോ. പിന്നെ ഒരു സ്പൈഡറും പിന്നെ ഒരു പ്രേതത്തിൻ്റെ ഒരു ഇതുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലൈറ്റ് കത്തണത് തന്നെയാണ് അതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 വിൻഡോയും നമ്മളങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നു, നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോവാം. നമ്മുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം, ഞാൻ എന്തായാലും അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ബലൂണും കാര്യങ്ങളൊക്കെ വെച്ചു. ബലൂണുമ്പോൾ വെറൈറ്റി ബലൂണായിരുന്നു കേട്ടോ. അത് ബാറ്റിൻ്റെ പടം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒക്കെ ഈ ബ്ലാക്കും വൈറ്റ് പിന്നെ ഓറഞ്ച് തീമിലാണ് കേട്ടോ ഈ സംഭവം വരുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി അറിയണതും പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, വാങ്ങിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ശരിക്കുള്ളൊരു ബോഡിയിൽ ഒരു ചത്ത ബോഡി പോലെ ഇങ്ങനെ അവർ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ചുറ്റി പിണഞ്ഞ് ഡേഞ്ചർ എന്നുള്ള സ്റ്റിക്കറും അതൊക്കെ വെച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്, ലാസ്റ്റത്തെ ഒരു ഫൈനൽ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. ഇത് പക്ഷേ ലൈറ്റ് പുറത്ത് ഇച്ചിരി ലൈറ്റ് ഉണ്ട്, അത് കാരണമാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഉള്ളിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇച്ചിരി കൂടി ഇരുട്ടായപ്പോൾ പുറത്ത് പോയി എടുത്തതാണ് കേട്ടോ. ആ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു രസം എന്നൊരു തോന്നില്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. പുറത്ത് പോയിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ അകലേന്നും നമുക്കിത് കാണാൻ പറ്റും, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ, കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വർഷം കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഓക്കെ, ബൈ ടേക്ക് കെയർ.